സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുമ്പം എന്താണ് മെയിൻ കൺസിഡറേഷൻ? ഇപ്പോൾ നിങ്ങളുടെ വീടിന് അടുത്തൊരു ബാങ്ക് ആയതുകൊണ്ട് അവിടെ അങ്ങ് അക്കൗണ്ട് തുറന്നേക്കാവുന്നതാണോ? അതോ മറ്റേ നമ്മുടെ ചേട്ടൻ വർക്ക് ചെയ്യുന്ന ബാങ്കിൽ ഒരു അക്കൗണ്ട് അങ്ങ് തുറന്നേക്കാവുന്നതാണോ? ഒരു NBFCയിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ NBFC ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് ആയതുകൊണ്ടാണോ? അതോ അത് പ്രോഫിറ്റ് നല്ലപോലെ ഏൺ ചെയ്യുന്നത് കൊണ്ടാണോ? ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നുണ്ടോ? അതോ ചുമ്മാ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മാത്രമാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഈ സേഫ്റ്റി എ ബിഗ് കൺസേൺ ഓർ നോട്ട്? ഈ വക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാനായിട്ട് ഈ വീഡിയോയിൽ അവസാനം വരെ തുടങ്ങും. NPA അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു പരിപാടിയുണ്ട്. ഈ NPA ഒരു ലെവലിൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന് പിന്നെ നിലനിൽപ്പില്ല. അതുപോലെ തന്നെയാണ് NBFCക്കും. നോൺ പെർഫോമിംഗ് അസറ്റ്സിൻ്റെ ബേസാണ് നിങ്ങളുടെ ഫുൾ സ്ട്രക്ചറിൻ്റെ ഫൗണ്ടേഷൻ. യൂഷ്വലി നമ്മൾ ബാങ്കിൻ്റെ സ്റ്റോക്സൊക്കെ നോക്കുമ്പം അല്ലെങ്കിൽ ആനുവൽ ക്വാർട്ടർലി റിസൾട്ടൊക്കെ വരുമ്പം ആദ്യം എൻ്റെ കണ്ടുപോകുന്ന ഇവൻ്റെ NPA കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഞാൻ, എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഞാൻ ഹോൾഡ് ചെയ്യുന്ന ബാങ്ക്സിൻ്റെ സ്റ്റോക്സിനെ പറ്റി ഞാൻ നോക്കുന്നത്. അല്ലെ നിങ്ങൾ ഓൺ ചെയ്യുന്ന ബാങ്കോ അല്ലെങ്കിൽ NBFCയുടെ സ്റ്റോക്ക് ആണെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ നോക്കണം. നിങ്ങളിപ്പോൾ ഒരു ഷെയർ ഹോൾഡർ ആകണമെന്നില്ല, കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പാക്റ്റ് ഇച്ചിരി കൂടുതലായിട്ട് തന്നെ വരും. നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് രണ്ട് കാൻഡിഡേറ്റ്സ് ആണ്. ഒരെണ്ണം യെസ് ബാങ്ക്. നമുക്കറിയാമല്ലോ, യെസ് ബാങ്ക് തകർന്നടിഞ്ഞത് 2019 പിന്നെ മറ്റു ബാങ്കുകളെല്ലാം വന്നിട്ട് വടിയും കോലും ഒക്കെ കൊടുത്തിട്ട് പൊക്കി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ദേ ആർ ഡൂയിങ് മച്ച് ബെറ്റർ. ജപ്പാനിൽ നിന്നൊരു ബാങ്ക് വന്നിട്ട് 20% സ്റ്റേക്ക് ടേക്ക് ഓവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതൊരു നല്ലൊരു ഡെവലപ്മെൻ്റ് ആണ്. യെസ് ബാങ്കിനും പുരോഗമിക്കട്ടെ എന്നുള്ള ഒരു ആശംസയോടുകൂടെ നമുക്ക് യെസ് ബാങ്കുമായിട്ട് നമുക്കൊന്ന് തുടങ്ങിക്കളയാം. 2015 യെസ് ബാങ്ക് പല കൊടുമുടികൾ കയറി താണ്ടി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഭയങ്കര പ്രോഗ്രസീവ് ആണെന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ UBS എന്ന് പറഞ്ഞ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുണ്ട്, സ്വിസ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്നാണ്. അവർ പറഞ്ഞത് ഈ ബാങ്കിൻ്റെ ഷെയർ സെല്ല് ചെയ്യണം, ഇത് സസ്റ്റൈനബിൾ അല്ല. അന്നേരം ഇവിടെ ഇരുന്ന് പലരും കമൻ്റ് അടിച്ചു, ഓ യെസ് ബാങ്കിനെ കുറിച്ചാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇത് ഏറ്റവും നല്ല ബാങ്ക് ആണല്ലോ, ഇതാന്നൊക്കെ പറഞ്ഞു. പക്ഷേ UBS ചിലത് കണ്ടു, അത് നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ഷെയർ ഹോൾഡേഴ്സ് കണ്ടില്ല, യെസ് ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിന് പോലും അറിഞ്ഞില്ല. കസ്റ്റമേഴ്സിന് പ്രത്യേകിച്ച് ഇന്ത്യൻ കസ്റ്റമേഴ്സ്, അവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പലിശ സമയത്തിന് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ വലിയ സൗകര്യമുണ്ടോ, സർവീസൊക്കെ നല്ലപോലെ തരുന്നുണ്ടോ എന്നുള്ള ചിന്തയിൽ കസ്റ്റമർ ഇരിക്കുന്നുള്ളൂ. പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് ഇച്ചിരൂടും നല്ലപോലെ വീക്ഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. ബിക്കോസ് അവർ കൂടുതൽ കാശ് ഷെയറിനകത്ത് ഇട്ടതുകൊണ്ട് അത് റിസ്ക് കൂടുതലാണ്. അപ്പോൾ UBS എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സെല്ല് ചെയ്യുക ഈ ഷെയർസ്, യെസ് ബാങ്കിൻ്റെ ഷെയർ നന്നാകത്തില്ല. അന്ന് 2015 യെസ് ബാങ്കിൻ്റെ ഷെയർ 1000 വരെ പോകുമെന്നുള്ള പലരുടെയും പ്രവചനത്തിന് അതീതമായിട്ടാണ് UBS പറഞ്ഞത് ഇത് സെല്ല് ചെയ്യണമെന്നുള്ളത്. കാരണം എന്താണെന്നറിയാമോ? ഹൈലി എക്സ്പോസ്ഡ് കോർപ്പറേറ്റ് ബോറോവേഴ്സ്. ഈ കോർപ്പറേറ്റ് ബോറോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികൾ. ഇപ്പം നമ്മൾ ബാങ്കിനകത്ത് 2 ഡിവിഷൻസ് ഉണ്ട് ലോൺ കൊടുക്കുന്നതിനകത്ത്. കോർപ്പറേറ്റ് ലോൺസ് ഉണ്ട്, റീറ്റെയിൽ ലോൺസ് ഉണ്ട്. റീറ്റെയിൽ ലോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ആൾക്കാർ ഹോം ലോണോ പേഴ്സണൽ ലോണോ ഒന്നോ കൂടെ ചക്രമൊക്കെ ചോദിക്കും. അന്നേരം അങ്ങനെ അങ്ങ് സിബിൽ സ്കോറും അതും ഇതും പറഞ്ഞ് ചില ഹറാസ്മെൻറ്റ് വരെ ലെവലിൽ പോയിട്ടാണ് നമുക്ക് ഇച്ചിരി 4 കാശ് തരുന്നത്. പക്ഷേ കോർപ്പറേറ്റ്സിന് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. കോർപ്പറേറ്റ്സിന് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് പ്രോട്ടോക്കോൾ ഉണ്ട്, അത് പാസ്സായി കൊടുത്തു, അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കോർപ്പറേറ്റ് ലോൺസ് കൊടുക്കുന്ന കമ്പനീസ് യൂഷ്വലി ഹൈ റിസ്ക് ആണ്. നമുക്കിപ്പോൾ ഒരു ബാങ്ക് അറിയാമല്ലോ, IDFC ഫസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ്. അത് തുടങ്ങിയത് എവിടെ? IDFC ബാങ്കാണ്. അത് കോർപ്പറേറ്റ് ലോൺ കൊടുത്തിട്ട് മുടിഞ്ഞു കഴിഞ്ഞിട്ടാണ് അതിപ്പോൾ റീറ്റെയിൽ സെക്ടറിലോട്ട് ഫസ്റ്റ് ബാങ്കുമായിട്ട് മെർജ് ചെയ്തിട്ട് IDFC ഫസ്റ്റ് ബാങ്കായിട്ട് വരുന്നത്. ഇപ്പോൾ റീറ്റെയിൽ സെക്ടറിൽ അത് നല്ലപോലെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിലും ഏത് ബാങ്കാണെങ്കിലും റീറ്റെയിൽ സെക്ടറിൽ നല്ലപോലെ പെർഫോം, അല്ലെങ്കിൽ ബിഗ് ബൾക്ക് ഓഫ് ദർ ലോൺ ഈസ് ഫ്രം ദ റീറ്റെയിൽ സെക്ടർ ആണെങ്കിൽ അത് സാധാരണ നല്ലപോലെ തന്നെ പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കോർപ്പറേറ്റ് ലോൺസ് കൊടുക്കുന്നത് അത് ഒരു ലെവലിൽ നിന്ന് കൂടുതലായിട്ട് പോയി കഴിഞ്ഞാൽ ബാങ്ക് ടോപ്പിൾ ചെയ്യുന്നത് തന്നെയാണ് കാരണം. ഇപ്പം നമ്മുടെ ഈ യെസ് ബാങ്ക് ആർക്കൊക്കെയാണ് ലോൺ കൊടുത്തതെന്നറിയാമോ?
DHFL, ദേവാൻ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്, അത് എങ്ങനത്തെ കമ്പനിയാണ്? അത് പൊട്ടിപ്പോയ കമ്പനിയാണ്. എന്നുവെച്ചാൽ അന്ന് പൊട്ടിപ്പോയില്ല, അത് പിന്നെ പൊട്ടിപ്പോയി. പിന്നെ വേറെ ഒരെണ്ണം റിലയൻസ് ADAG, അനിൽ ധീരുഭായ് അംബാനി ഗ്രൂപ്പിന്, അതും പൊട്ടിപ്പോയോ? അടുത്തത് SL ഗ്രൂപ്പ്, അതെങ്ങനെ ഇരിക്കുന്നു? അതിനും പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വോഡാഫോൺ ഐഡിയയ്ക്കും ലോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജെറ്റ് എയർവേസിന് ലോൺ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കോർപ്പറേറ്റ് ഡിഫോൾട്ട് ചെയ്യാൻ ഹൈ ചാൻസ് ഉള്ള കമ്പനീസിനാണ് കൊണ്ട് ലോൺ കൊടുത്തിരിക്കുന്നത്. ആര്? നമ്മുടെ യെസ് ബാങ്ക്. അന്നേരം ഈ ലോൺ കൊടുക്കുമ്പോൾ ഇവർ ബേസിക് ഒരു വെരിഫിക്കേഷൻ നടത്തത്തില്ലേ? ഇതെന്തുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം കോർപ്പറേറ്റ് ലോണിലെ എക്സ്പോഷർ വരേണ്ട കാര്യം? അതൊന്ന് കട്ട് ചെയ്തുകൂടെ? അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ, പക്ഷേ അവരെന്താ വിചാരിക്കാഞ്ഞ്? ആ ബാങ്കിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ റണ്ണിങ് ചെയ്യുന്ന ബാങ്കേഴ്സ് എന്തുകൊണ്ട് വിചാരിച്ചില്ല? അതിന് വേറെ ഒരു കഥയും കൂടെ ഉണ്ട്. പിന്നെ ഈ ബാങ്കിൻ്റെ റിസൾട്ട്സ് ഒക്കെ വരുമ്പോഴില്ലേ, NPA അങ്ങ് കൂടിക്കിടക്കുകയാണ്, പക്ഷേ ഇവർ NPA കവർ ചെയ്യുകയാണ്. അതിനെ കൺഫ്രണ്ട് ചെയ്യാൻ അവർക്ക് ആർക്കും മനസ്സില്ല ഈ ഒരു പ്രശ്നത്തെ. എന്നിട്ട് ബാലൻസ് ഷീറ്റ് വരിക, അവരുടെ ആനുവൽ റിസൾട്ട് വരിക, ക്വാർട്ടർലി റിസൾട്ട് വരിക, ഇത് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. RBI ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അവർക്ക് ഈ ബാഡ് ലോൺസ് എത്ര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ബുക്സിനകത്ത് 3277 ക്രോറേ വന്നിട്ടുള്ളൂ. പക്ഷേ RBI ഒന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഓവർ 50,000 ക്രോറാണ് ബാഡ് ലോൺസും ബാഡ് ഡെറ്റ്സുമായിട്ട് കിടക്കുന്നത്. അത്രമാത്രം അവർ കവർ ചെയ്തു. കവർ ചെയ്യാൻ കാരണം എന്താണെന്നറിയാമോ? ഈ ബാങ്കിൻ്റെ ഉടമസ്ഥനുണ്ടല്ലോ, റാണ. അന്നേരം ഇദ്ദേഹം എന്ത് പരിപാടി ചെയ്തതെന്നറിയാമോ? ഇദ്ദേഹം ഈ ദേവാൻ ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഒരു കേസാണ് ഞാൻ പറയുന്നത്. 600 കോടി രൂപ കൈക്കൂലിയായിട്ട് വാങ്ങിയിട്ടാണ് ലോൺ സാങ്ഷൻ ചെയ്തു കൊടുത്തത്. ഈ കൈക്കൂലി വാങ്ങുമ്പം പുള്ളിയുടെ പോക്കറ്റിലോട്ടാണ് വരുന്നത്. പക്ഷേ ലോൺ സാങ്ഷൻ ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് പോകുന്നത്? അത് ബാങ്കിൻ്റെ ലോണാണ്. ബാങ്കിൻ്റെ ലോൺ ഈസ് ബേസിക്കലി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലോണും ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസയും പിന്നെ ഡിപ്പോസിറ്റേഴ്സ് ഉണ്ടല്ലോ, സാധാരണ കസ്റ്റമർ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത കാശ്, അതാണ് മിസ്യൂസ് ചെയ്ത് ഈ പൊട്ടിപ്പോകാൻ പോകുന്ന ദേവാൻ ഹൗസിങ്ങിന് കൊണ്ടു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചോണം, ബാങ്കിലെ ഉദ്യോഗസ്ഥർ സ്ട്രൈറ്റ് ഫോർവേഡ് അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ കൊണ്ടിരുന്ന പൈസ അത് പണി കിട്ടിയിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഹെൽത്തി ആണോ അല്ലയോ എന്നുള്ള കാര്യം എങ്ങനെയാണ് നിങ്ങൾക്കറിയുന്നത്? ചില സിംറ്റംസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ബാങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി പോവുക, അല്ലെങ്കിൽ കസ്റ്റമർ സർവീസിന് കോൾ ചെയ്യുകയാണ്. അന്നേരം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ തട്ടിക്കിടത്ത് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വിചാരിച്ചോണം, ഇവർക്ക് പേയ്മെൻറ്റ് ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരത്ര ഈസി ആയിട്ട് നിങ്ങളുടെ കാശ് തിരിച്ചു തരാൻ താല്പര്യപ്പെടുന്നില്ല. സാറേ വേറെ ഫിക്സഡ് ഡെപ്പോസിറ്റ് തുറക്കട്ടോ, സാറേ ഇങ്ങനൊരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാശ് വാങ്ങാൻ പോകുമ്പോൾ അന്നേരം നിങ്ങളോട് ഇങ്ങനെയൊക്കെ കഥകൾ പറയുന്നുണ്ടോ? പ്രശ്നമുണ്ട്. ബാങ്കുകളുടെ ബ്രാഞ്ചസ് പല സ്ഥലങ്ങളിൽ ക്ലോസ് ചെയ്യുന്നുണ്ടോ? പ്രശ്നമുണ്ട്. പിന്നെ പലയിടത്ത് ലോൺ ഡിഫോൾട്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ടോ? ഈ ബാങ്കിൽ നിന്ന് എടുത്ത ലോൺസ് അവർ ഡിഫോൾട്ട് ചെയ്യുന്നു, ബിഗ് ആൾക്കാർ ഡിഫോൾട്ട് ചെയ്തെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ന്യൂസ് മീഡിയയിൽ? പ്രശ്നമുണ്ട് സുഹൃത്തുക്കളെ. പിന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റ് റേറ്റിനെക്കാട്ടും വളരെ അധികമായിട്ട് താഴെ പോകുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം ദേ ഡോണ്ട് ഹാവ് മണി ടു ലെൻഡ് അറ്റ് എ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചിരിക്കണം, നിങ്ങൾക്ക് സമയമായി നിങ്ങളുടെ പണം ആ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് വേറെ ഒരു ബാങ്കിൽ കൊണ്ട് ഇടുവാനായിട്ട്. എല്ലാ ഡിപ്പോസിറ്റേഴ്സും യെസ് ബാങ്കിൻ്റെ ഡിപ്പോസിറ്റേഴ്സിൻ്റെ കൂട്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട. അടുത്ത ഒരു ഫോളോ ഔട്ട് ആയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാങ്കിന് അങ്ങനെ പറ്റിയെന്ന് വരത്തില്ല, ചാൻസ് കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ ഷെയർ ഹോൾഡേഴ്സ് നമുക്കറിയാമല്ലോ, നല്ല ഹൈയിൽ കിടന്ന ഷെയർസ് ആയിരുന്നു യെസ് ബാങ്കിൻ്റെ. അത് 400 അവിടെ എങ്ങാണ്ട് പോയായിരുന്നു. അവിടെ നിന്ന് വെറും ദിവസങ്ങൾക്കുള്ളിലാണ് ഇടിഞ്ഞ് ക്രാഷായിട്ട് താഴെ വീണ് കിടക്കുന്നത്. പക്ഷേ ഈ താഴെ വീണ കിടക്കുന്ന ഷെയർസിൽ പലരും പിന്നെയും പോയി ഇൻവെസ്റ്റ് ചെയ്ത് കാണും, അറിഞ്ഞോ അറിയാതെയോ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ യെസ് ബാങ്കിൻ്റെ ഷെയർസ് ഉണ്ടെങ്കിൽ ധൃതി പിടിച്ച് വിൽക്കേണ്ട കാര്യമില്ല. ബിക്കോസ് SMFG യെസ് ബാങ്കിൻ്റെ ഒരു പാർട്ട് ടേക്ക് ഓവർ നടക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് ഉള്ള ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ബാങ്കിനെ കംപ്ലീറ്റ്ലി അങ്ങ് ടേക്ക് ഓവർ ചെയ്യണമെന്നാണ്. SMFG ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക്, ഇതെൻ്റെ ഒരു ചിന്തയാണ്, അതുകൊണ്ട് എന്നെ പിടിച്ച് ക്രൂശിക്കരുത് അങ്ങനെ നടന്നില്ലെങ്കിൽ,
യെസ് ബാങ്കിൻ്റെ ഷെയർസ് നല്ലപോലെ ഇച്ചിരൂടെ മുകളിലോട്ട് പോകും. ബിക്കോസ് റീസെൻറ്റ് പാസ്റ്റിൽ യെസ് ബാങ്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഡിവിഡൻ്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ നല്ലപോലെ പ്രോഫിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതൊരു അപ്വേർഡ് ട്രാജക്ടറിയിലാണെന്ന് പറയുവാനായിട്ട് പ്രശ്നമില്ല. പക്ഷേ കാശ് അധികമായിട്ട് പോവുമോ, ഒരു 50-ലോ 60-ലോ 100-ലോ ഒക്കെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. യെസ് ബാങ്ക് ഈ ഗതി വന്നു പോകാൻ കാരണം NPA ആണെങ്കിൽ പോലും ആ NPAക്ക് പിരിമുറുക്കിയത് എന്താണെന്നറിയാവോ? മാനേജ്മെൻറ്റ് ഫ്രോഡ് ആൻഡ് ഇറസ്പോൺസിബിൾ ബിഹേവിയർ ബൈ ദ ടോപ്പ് ഗൺസ്. ആ ബാങ്കിൻ്റെ മേലുദ്യോഗസ്ഥന്മാരുടെ വളരെ ഇറസ്പോൺസിബിളായ ബിഹേവിയറാണ് യെസ് ബാങ്കിനെ ഈ ഗതി കൊണ്ടെത്തിച്ചത്. പക്ഷേ യെസ് ബാങ്കിന് കേരളത്തിലൊരു അനിയനും കൂടെ ഉണ്ട് കേട്ടോ. അത് സർക്കാരിൻ്റെ കീഴേ ഉള്ള ഒരു അനിയനാണ്. KTDFC എന്ന് കേട്ടിട്ടുണ്ടോ? കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരു കമ്പനിയുണ്ട്. അത് ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് ആണ്. കേരള ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞ് ഇവർ മനുഷ്യരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് എടുക്കുന്നത്. ഇച്ചിരി ഒരു 1% ഒന്ന് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തയിൽ പലരും, ബിക്കോസ് നാച്ചുറലി ആൾക്കാർക്ക് ഇച്ചിരൂടും കൂടുതൽ കിട്ടണമല്ലോ എന്നുള്ള ചിന്തയിൽ ഹയർ ഇൻട്രസ്റ്റിൻ്റെ പുറകിലാണ് നടക്കുന്നത്. അന്നേരം ഹയർ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ആൾക്കാർ അട്രാക്റ്റ് ആകും. അവർ വന്ന് പിന്നെ ബ്രാൻഡ് ഉണ്ടല്ലോ, കേരള ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് കൊണ്ട് ഗ്യാരണ്ടീഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള. ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ കാശ് സേഫ് ആണല്ലോ എന്ന് വിചാരിച്ച് പലരും കൊണ്ട് KTDFC കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. KTDFC അങ്ങനെ പലിശയൊക്കെ കൊടുക്കും. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പലിശ സമയത്തിന് കിട്ടത്തില്ല, ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം വരുമ്പോഴേ ആൾക്കാർക്ക് മനസ്സിലായിരിക്കണം ഇപ്പോൾ ഒരു പ്രശ്നമാണല്ലോ. പക്ഷേ KTDFC നമ്മുടെ യെസ് ബാങ്ക് പറഞ്ഞ പോലെ എന്താണ് ഈ തരിയുടെ പരിപാടി കാണിച്ചത് നിങ്ങൾക്കറിയാമോ? KSRTC എന്ന് പറഞ്ഞ ഒരു വെള്ള ആനയുണ്ട്, വൈറ്റ് എലിഫൻറ്റ്. ആന എന്നാ പറയാം നമ്മൾ KSRTC. പക്ഷേ വൈറ്റ് എലിഫൻറ്റ് എന്ന ഒരു രീതി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രൊഡക്ടിവിറ്റി, ഒരു ലാഭം അങ്ങോട്ട് പോകുന്നില്ല. എന്നിട്ട് ഈ സർക്കാരുണ്ടല്ലോ, ഞാൻ ഏത് സർക്കാരാണെന്ന് പറയത്തില്ല, നിങ്ങൾക്കൊക്കെ അറിഞ്ഞിരിക്കണം ഏത് സർക്കാരാണെന്നുള്ള കാര്യം. നമ്മുടെ തിരുവനന്തപുരത്തും അങ്കമാലിയിലും കോഴിക്കോട്ടിലും ഒക്കെ പോയിട്ട് ചില ബിൽഡിങ്സൊക്കെ അങ്ങ് പണിതു. ട്രാൻസ്പോർട്ടിനെ സഹായിക്കുമല്ലേ. ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ KTDFC അല്ല, KSRTCക്ക് കിട്ടാക്കടവായിട്ടാണ് പോയിരിക്കുന്നത്. ഒന്നും KSRTC തിരിച്ചു വരുന്നില്ല. എന്നിട്ട് ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് റെൻറ്റിന് കൊടുത്തിട്ട് പല KSRTCയുടെ ഈ ബസ് സ്റ്റാൻഡ് താഴെ വെച്ചിട്ടും മുകളിൽ ഷോപ്പിംഗ് സെൻറ്ററും കോംപ്ലക്സും ഒക്കെ ആക്കിയിട്ടാണ് ഇവർ ഈ കാശ് ഉണ്ടാക്കുവാനായിട്ട് പരിപാടി പറ്റിച്ചത്. പക്ഷെ ഉണ്ടാക്കുവാണെങ്കിൽ ഈ ബസ്സുകളൊന്ന് വന്നിട്ടൊന്ന് തിരിഞ്ഞു പോകാനുള്ള സൗകര്യം വേണ്ടേ? ഇല്ല. ഈ ബസ്സിന് ഇച്ചിരി കാറിനെക്കാട്ടിലും അല്ലെങ്കിൽ വാനിൻ്റെ ഇച്ചിരി വലിയതായിട്ടുള്ള സ്പേസ് ബസ് എങ്ങനെ കയറ്റാൻ പറ്റും? രണ്ടാമത് ബസ് ഒരു വലിയൊരു വാഹനമല്ലേ, അത് നാവിഗേറ്റ് ചെയ്ത് വരണമെങ്കിൽ ഒന്ന് റോൾ ഓവർ ചെയ്യണം, ഒരു കറങ്ങി വരണമെങ്കിൽ തന്നെ ഒരു സ്പേസ് വേണ്ടേ? അതൊന്നും ഇല്ലാതെ, ഒരു ഐഡിയയും ഇല്ലാതെ കുറേ ബിൽഡിങ്ങും തൂണുകളും ഒക്കെ പണിതിട്ടിട്ട് അങ്ങ് കയറ്റി വെച്ചു. എന്നിട്ട് ഒരു സർവീസും കൊടുക്കാതെ മേളി കടം വാങ്ങിച്ചവനും നഷ്ടം, ഇതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ നഷ്ടം. അന്നേരം പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് വരുമാനം വരുന്നത്? ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സംരംഭം തുടങ്ങുമ്പോൾ നല്ലതായിട്ട് ഇല്ലെങ്കിൽ തൽക്കാലം മനുഷ്യരെ പറ്റിച്ച് തുടങ്ങാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് എത്ര നാൾ പറ്റിക്കപ്പെടും? ആൾക്കാരെ ഈ പൈസയൊക്കെ വിട്ടിട്ടങ്ങ് പോയി. ഇവൻ KSRTC പോലും കാശ് കൊടുക്കാതായി. എന്നിട്ട് ഈ കേരള സർക്കാരിൻ്റെ മേൽനോട്ടത്തിലിരിക്കുന്ന മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഇൻഫ്ലുവൻസിലാണ് KTDFC KSRTCക്ക് കാശ് കൊടുക്കുന്നത്. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത പണമാണ് കൊടുക്കുന്നത്. ഒരു ബാങ്ക് കൊലാട്രൽ എന്ന് പറയുന്ന സാധനമുണ്ട്, കൊലാട്രൽ. എന്നിട്ട് അത് അവർ വെച്ചിട്ട് ഇത് നീ കറക്റ്റ് സമയത്തിന് കാശ് തന്നില്ലെങ്കിൽ ഈ സാധനം എൻ്റേതാകും, ആ രീതിയിലൊക്കെ ആകത്തില്ലേ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. KTDFC സർക്കാരിൻ്റെ ചിലവിൽ നടക്കുന്നു, സർക്കാർ പറയുന്ന പോലെ നടത്തുന്നു. പക്ഷേ ഇൻട്രസ്റ്റൊക്കെ ഏകദേശമൊക്കെ കൊടുക്കുന്നതാണ് കേൾക്കുന്നത്. ദേ വിൽ ഗീവ് ഇൻട്രസ്റ്റ്. പക്ഷേ ഈ മാച്യൂരിറ്റി ആയിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ തിരിച്ചു വേണ്ടേ? അത് കിട്ടത്തില്ല. നിൻ്റെ പ്രിൻസിപ്പൾ ഇല്ലാത്തുള്ള പലിശ കെട്ടിക്കൊണ്ടിരിക്കും. പ്രിൻസിപ്പൾ നോ, ഡോണ്ട് ആസ്ക് മീ. അങ്ങനെ പല ബിഗ് ഓർഗനൈസേഷൻസ്, രാമകൃഷ്ണ മിഷനോ പിന്നെ ഏതാണ്ട് കുറേ
ബിഗ് ഓർഗനൈസേഷൻസ് കൊണ്ടിട്ട് കോടതി കേസ് കൊടുത്തിട്ട് ഇങ്ങനെ കോടതി കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കയ്യിൽ നിന്ന് കാശൊന്ന് വാങ്ങണമെങ്കിൽ നല്ല പണിയാണ്. അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനി NBFC ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും ഈസ് ഇറ്റ് എ പ്രോഫിറ്റ് മേക്കിംഗ്, പ്രോഫിറ്റ് ഉണ്ടോ, NPA എങ്ങനെയുണ്ട്, ഇങ്ങനെ മാനേജ്മെൻറ്റ് ഫ്രോഡ് നടക്കുന്നത് കൊണ്ട് ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വേണം നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുകയും ഷെയർ വാങ്ങുകയും ചെയ്യേണ്ടത്. വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും കണ്ടുമുട്ടുന്ന നമ്മുടെ പീസ്.